RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് മൂത്താൻതറയിലുള്ള വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് നിന്ന് മാരക സ്ഫോടക വസ്തു കണ്ടെത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. കല്ലേക്കാട് സ്വദേശിയായ സുരേഷിന്റെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടി. സുരേഷ് അടക്കം കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ യാതൊരു വിവരങ്ങളും ലഭിക്കാതെ വന്നതോടുകൂടിയാണ് സമഗ്ര അന്വേഷണം പോലീസ് നടത്തിയത്. ജില്ലയിൽ മുമ്പുള്ള കേസുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് സുരേഷ്, നൌഷാദ്, ഫാസിൽ എന്നിവരിലേക്ക് പോലീസ് എത്തിയത്. ഓഗസ്റ്റ് 20 വൈകിട്ടാണ് RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് പൊട്ടിത്തെറിയുണ്ടായത്. സംഭവത്തിൽ 10 വയസ്സുകാരനും വയോധികനും പരിക്കേറ്റിരുന്നു. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് നൌഷാദ്, ഫാസിൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കല്ലേക്കാട് സുരേഷിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും 12 സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. സുരേഷ് BJP പ്രവർത്തകനാണെന്ന് പോലീസും സ്ഥിരീകരിച്ചു. ഇതോടെ വിഷയം BJPക്കെതിരെ കൂടുതൽ ശക്തമായി ഉന്നയിക്കാനാണ് CPMന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും BJPയും RSSുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് BJPയുടെ നിലപാട്. സുരേഷ്, ഫാസിൽ, നൌഷാദ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. സംഭവത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചു വരികയാണ്. ചില നിർണായക വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എങ്ങനെ എത്തിയെന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.